ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 5 തേർഡ് ക്വസ്റ്റ്യൻ ഫുള്ള് ഞാൻ എഴുതുന്നില്ല. ഇത്രയേ ഉള്ളൂ. 2 ടീമുണ്ട്. ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ എ ടീം സ്കോർ ചെയ്ത്, നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം കേട്ടോ. എ ടീം സ്കോർ ചെയ്ത വാല്യൂസ് -40, 10, 0 ആണ്. ബി ടീം സ്കോർ ചെയ്ത വാല്യൂസ് 10, 0, -40. രണ്ട് സെയിം അല്ലേ? അവർ വേറെ വേറെ ഓരോ സമയത്തും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് കിട്ടിയെന്നേ ഉള്ളൂ. ക്യാൻ വി സേ ദാറ്റ് ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ വിച്ച് ടേം സ്കോർഡ് മോർ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏത് ടീമാണ് കൂടുതൽ സ്കോർ ചെയ്ത് നമുക്ക് ഇൻഡിജേഴ്സിനെ ഏത് ഓർഡറിലും ആഡ് ചെയ്യാൻ പറ്റുമോ. നമുക്കപ്പോൾ ആദ്യത്തെ ടീമിന്റെ എയുടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. എന്താണ് മാർക്സ് അല്ലെ പോയിന്റ് സ്കോർഡ് ബൈ എ ടീം ആഡ് ചെയ്ത് ഏതൊക്കെയാ? -40 +10, 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3 വാല്യൂസ് ഉണ്ട്, 3 ഇൻഡിജേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചുമ്മാ ആഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടില്ല, ഈ രണ്ടെണ്ണം പെയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ. ആദ്യം ഏതൊക്കെയാണ്? -40യും 10ഉം ഒരുമിച്ച് ചെയ്യും. അതിനുശേഷം കിട്ടുന്നത് ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഈ രണ്ടുപേരെ ചെയ്യുക. ഇതൊക്കെ പ്ലസും മൈനസും അഡീഷൻ ആണ്. അഡീഷൻ ആയതുകൊണ്ട് അഡിറ്റീവ് ഇൻവേഴ്സ് വേണോ? വേണ്ട. പ്ലസും മൈനസും. ഒരു പ്ലസും മൈനസും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. 40 - 10, 30. വലുതാരാ? 40. അവരുടെ സൈൻ കൊടുത്തു, തീർന്നില്ലേ? ഇനി ആരാ ഉള്ളത്? +30. നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 ഏതിൻ്റെ കൂടെ ആഡ് ചെയ്താലും ആ സെയിം ആൻസർ തന്നെ. അപ്പൊ ആൻസർ എത്രയാണ്? -30. ഇനി നമുക്ക് ബി ടേംസ്, മാസ് സ്കോർഡ് ബൈ ബി ടേം അവരെങ്ങനെയാണ്? 10 + 0 + -40. ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തന്നെ എടുക്കുവാണ്. മുമ്പത്തെ പോലെ 10 + 0 ആദ്യം, പിന്നെ -40. ഓക്കെ, 10 + 0 നമ്മൾ പറഞ്ഞു. ഏത് ടീം ഏത് 0 കൂട്ടിയാൽ അത് തന്നെ പ്ലസ് -40. ഇവിടെ ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ഷൻ. 40 - 10 വലുതിന്റെ സൈൻ 40 ആണ്, -30. അപ്പൊ ഇവർക്കും കിട്ടിയ ആൻസർ എന്താണ്? -30. ബിക്കും കിട്ടിയ ആൻസർ എത്രയാ? -30. രണ്ടുപേർക്ക് സെയിം അല്ലേ മാർക്ക്? അതെ. അപ്പൊ ആരാ ജയിച്ചാലും ജയിച്ചോ? ഇല്ല, രണ്ടുപേരും ജയിച്ചു. രണ്ടുപേർക്ക് സെയിം മാർക്കാണ്. അപ്പൊ അവർ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇൻഡിജേഴ്സിനെ ആഡ് ചെയ്യാമോ? ആഡ് ചെയ്യാമല്ലോ. മുമ്പ് നമ്മൾ -40, 10, 0 ആഡ് ചെയ്തു. പക്ഷെ ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പൊ ഏത് രീതി വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. it can be added in any എന്താ എഴുതുന്നത്? എനി ഓർഡർ എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. സിമ്പിൾ അല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്ത് തീർക്കണം അല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് മൈനസ് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമുക്ക് പറ്റും. ഇതാണ് നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? എയും ബിയും സിയും integers ആണെങ്കിൽ a, b and c are integers, then a + b + c. ഇങ്ങനെ ആഡ് ചെയ്താലും a + b + c ഇങ്ങനെ ആഡ് ചെയ്താലും എല്ലാം സെയിം ആണ്. നമ്മളിതിപ്പോ തിരിച്ച് ഇങ്ങനെയാണ് കൊടുത്തിരുന്നെങ്കിലോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ഇവിടെ -40 എഴുതുക. 10 + 0 എന്നാ വരും? 10 വരും. പിന്നെ പ്ലസും മൈനസും വന്നാൽ സെയിം ആൻസർ തന്നെ വരും. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് തിരിച്ചിട്ട് ആഡ് ചെയ്താലും ഇങ്ങോട്ട് തിരിച്ചിട്ട് ചെയ്താലും ഇൻഡിജേഴ്സ് എല്ലാം സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ മക്കളെ, കണ്ടിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിക്കണം. അതുകൊണ്ടാണ് വായിച്ച് പഠിക്കല്ലേ. മിസ്സിനൊക്കെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. മറന്നു അതുകൊണ്ടാണ്. ഒരു പ്രാവശ്യം ചെയ്താൽ നമ്മൾ മനസ്സിൽ നിൽക്കും കേട്ടോ. 2 പ്രാവശ്യം ചെയ്താലോ പെട്ടെന്ന് മനസ്സിൽ കയറും. ഓക്കെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.